ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ എൻ്റെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ മുഹറം മാസം തുടങ്ങിയല്ലേ. അപ്പോൾ ആ മുഹറം മാസത്തിലെ എൻ്റെ ഒരു പ്ലാനറാണ് നിങ്ങളെ കാണിക്കുന്നത്. ആ മാസം എന്തൊക്കെ ചെയ്യാം, ആ മാസങ്ങളിൽ ഞാൻ എന്തൊക്കെയാണ് തീരുമാനങ്ങൾ എടുത്തിരിക്കുന്നത് എന്നൊക്കെയാണ് ഞാൻ ഇതിലൂടെ കാണിക്കുന്നത്. നമ്മുടെ പുതുവർഷമല്ലേ, നമ്മൾ കുറേയൊക്കെ വ്യത്യാസങ്ങളും മാറ്റങ്ങളും വരണം അല്ലേ. കുറേ ശീലങ്ങൾ, നല്ല ശീലങ്ങൾ കണ്ടിന്യൂ ചെയ്യുക, മോശമായ ചില ശീലങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, മാറ്റാൻ ശ്രമിക്കുക. ഉടനെ എല്ലാ കാര്യവും നമുക്ക് നമ്മുടെ ശീലങ്ങളല്ലേ മാറ്റാൻ വലിയ പാടാണ്. നമ്മൾ എന്ത് ചെയ്യുക, ചെറുതായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, മാറ്റിക്കൊണ്ടുവരിക. അപ്പോൾ ഇത് ഞാൻ വരയ്ക്കുന്ന എൻ്റെ ചെറിയൊരു പ്ലാനറാണ്. എന്തൊക്കെ ഈ മാസം ചെയ്യണം, എങ്ങനെയൊക്കെ ആയിരിക്കണം, എന്തൊക്കെ ചെയ്യുന്നുണ്ട്, പ്രോപ്പറായിട്ട് ചെയ്യുന്നുണ്ടോ, ടൈം മാനേജ്മെൻ്റ് ഉണ്ടോ, ഇതിനെല്ലാം ടൈം മാനേജ്മെൻറ്റ് കറക്റ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് എല്ലാത്തിനും വേണ്ടിയിട്ടുള്ള ഒരു പ്ലാനറാണ് കേട്ടോ. ഈ ബുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ബാലൻസ് ഓരോ മാസവും ഇതിൽ നമുക്ക് പേജസ് ഉണ്ടല്ലോ, അപ്പോൾ അതിൽ ഓരോന്നും ചെയ്തു പോകാൻ പറ്റും. ഇതിപ്പോൾ എൻ്റേതായിട്ടുള്ള രീതിയിലുള്ള ഒരു പ്ലാനറാണ്. നിങ്ങൾക്കും എന്ത് ചെയ്യാം, ഇതുപോലെ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഒരു ഫ്രണ്ട് പേജൊക്കെ കളർ ചെയ്തിട്ട് ഡെയിലി പ്ലാനാണ് ഉദ്ദേശിക്കുന്നത്. ഓരോ ദിവസവും എന്തൊക്കെ ചെയ്യണം, ഏതൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നൊക്കെ വേണ്ടിയിട്ട്. അതൊരു കളർഫുൾ ആവട്ടെ എന്ന് കരുതിയിട്ട് മാത്രമാണ് കേട്ടോ കളറിങ്ങൊക്കെ ഒന്ന് ചെയ്യുന്നത്. കളറില്ലാത്തവർക്കും അത് നിങ്ങളുടേതായ രീതിയിൽ നല്ല രീതിയിൽ തന്നെ ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഡെയിലി പ്ലാനറിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. ഡെയിലി പ്ലാനറിനകത്ത് ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. ഫസ്റ്റ് നിസ്കാരത്തിന് വേണ്ടി, അതുപോലെ തന്നെ ഖുർആൻ ഓതുന്ന കാര്യങ്ങൾക്ക് വേണ്ടി, ദിക്ർ ചൊല്ലുന്ന കാര്യങ്ങൾക്ക് വേണ്ടി, ടൈം മാനേജ്മെൻറ്റിന് വേണ്ടി, ഇതിനെല്ലാത്തിനും വേണ്ടി ഞാൻ ഓരോ കോളങ്ങൾ വരയ്ക്കുന്നുണ്ട്. ഇത് ഒരു 30 ഡേ വെച്ചുകൊണ്ടാണ്. ഓരോ ദിവസവും ചെയ്തിട്ടുണ്ട് എങ്കിൽ അതിൻ്റേതായ കോളത്തിൽ ഒന്ന് ടിക്കിറ്റ് കൊടുക്കുക, അല്ലെങ്കിൽ ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുക. ആ ഒരു രീതിയിൽ പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അത് ഒരു മാസത്തെ കാര്യങ്ങളാണ് അതിൽ കൊടുക്കുന്നത്. പല കാര്യങ്ങളുണ്ട്. ഫസ്റ്റ് തന്നെ ഇമ്പോർട്ടൻസ് ഞാൻ കൊടുക്കുന്നത് നിസ്കാരത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. നിസ്കാരം, തഹജ്ജുദ്, ഖുർആൻ, ഡെയിലി ഖുർആൻ ഓതണം എന്നുള്ളത് നിർബന്ധമാണ് എനിക്ക്. അപ്പം ഡെയിലി എത്ര ഖുർആൻ ഓതിയോ, ചില ദിവസങ്ങളിൽ ഓതിയില്ല എന്നുണ്ടെങ്കിൽ അത് അങ്ങനെയൊക്കെ. പിന്നെ ദിക്ർ ചൊല്ലണം. നമ്മളെയൊക്കെ പിന്നെ നമുക്ക് ഇതിനൊക്കെ ടൈമില്ലേ, പിന്നെ എന്തിനാണ് ടൈമുള്ളത് അല്ലേ. മാക്സിമം നമ്മൾ ഇത് ചെയ്തതിന് ശേഷം അടുത്തത് ചെയ്യുക. കാരണം ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായും ബാക്കിയുള്ളത് നല്ല രീതിയിൽ തന്നെ നടക്കും കേട്ടോ. ഈ ടൈം മാനേജ്മെൻ്റ് എന്ന് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്, ഞാൻ ഉദ്ദേശിച്ച ടൈമിൽ, ഞാൻ പ്ലാൻ ചെയ്ത ടൈമിൽ തന്നെ എനിക്കിതെല്ലാം ചെയ്ത് തീർക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ടൈം മാനേജ്മെൻറ്റായിട്ട് ഞാൻ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. കുറേ കാര്യങ്ങൾ ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്യുന്നുണ്ട്. ആ ടൈം ടേബിളിനകത്ത് ഞാൻ ടൈം സെറ്റ് ചെയ്യുന്നുണ്ട്. ആ ടൈമിൽ തന്നെ എനിക്ക് ചെയ്യാൻ പറ്റിയോ, അതോ പെൻഡിങ്ങിൽ കാര്യങ്ങൾ കിടന്നോ എന്നൊക്കെ ഉള്ളത് ഒന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടൈം മാനേജ്മെൻറ്റ് ഞാൻ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്കും നിങ്ങളുടേതായ രീതിയിൽ ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് ഉണ്ടാവും. ഒത്തിരി മാറ്റങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ലൈഫിൽ ഇൻക്ലൂഡ് ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ കുറേ ശീലങ്ങൾ നമുക്ക് ഇതിൽ നിന്നും മാറ്റാനും കഴിയും. അപ്പോൾ നിങ്ങൾക്ക് അറിയോ നിങ്ങളുടെ ശീലങ്ങൾ എന്താണെന്നും, നിങ്ങളിൽ നിന്ന് മാറ്റേണ്ട ശീലങ്ങൾ എന്താണെന്നും, നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ട ശീലങ്ങൾ എന്താണെന്നും. അപ്പോൾ ഇതിനിപ്പോൾ ഒരു വർഷം തുടങ്ങണം എന്നൊന്നുമില്ല. നമ്മൾ ഇപ്പം തീരുമാനിച്ചാൽ ഇപ്പം തന്നെ ചെയ്ത് തുടങ്ങുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാതെ നാളത്തേക്ക് മാറ്റി വെക്കാതിരിക്കുക. എപ്പോഴാണോ നമുക്കൊരു പോസിറ്റീവ് എനർജി തോന്നുന്നത് ആ ടൈമിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുക. പിന്നത്തേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യവും നടക്കത്തില്ല. ഒരിക്കലും അത് മുന്നോട്ട് പോകുമെന്നും പ്രതീക്ഷിക്കേണ്ട. മടിയാണ് നമ്മളെ എങ്ങും എത്തിക്കാത്തത്. നമ്മുടെ ശത്രു എന്ന് പറയുന്നത് മറ്റൊരു വ്യക്തിയോ അല്ല, തീർച്ചയായും അത് നമ്മൾ തന്നെയാണ് നമുക്ക് പലതും ഇല്ലാതാക്കുന്നത്. പല കാര്യങ്ങളിലും നമ്മൾ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നു. പലരിൽ നിന്നും പലതും പ്രതീക്ഷിച്ച് നിൽക്കുന്നു. അപ്പോഴും ചിന്തിക്കുന്നില്ല, നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടോ, എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ടോ, എനിക്ക് വേണ്ടി ഞാൻ എന്താണ് ചെയ്യുന്നത്, എൻ്റെ പ്രായത്തിൽ എൻ്റെ ഇത്രയും ഏജായി, എനിക്ക് വേണ്ടി എൻ്റെ ലൈഫിന് വേണ്ടി ഞാൻ എന്തൊക്കെ ചെയ്തു, ഇനിയും എന്തൊക്കെ ചെയ്യാൻ എനിക്ക് കഴിയും, അങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിക്കുക.
നമ്മുടെ ഒരു ലൈഫേ ഉള്ളൂ. ആ ലൈഫ് മാക്സിമം നമ്മൾ എന്ത് ചെയ്യുക, യൂസ് ചെയ്യുക, നമ്മുടെ ഹാപ്പിനെസ് കണ്ടെത്തുക. നമുക്ക് ഒറ്റ ലൈഫേ ഉള്ളൂ. ആ ഒറ്റ ലൈഫ് നമ്മൾ മാക്സിമം യൂസ് ചെയ്യുക. അതുപോലെ തന്നെ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുക, നമ്മുടെ ചുറ്റുമുള്ളവരെ ഹെൽപ്പ് ചെയ്യുക. അവർക്ക് വേണ്ടി നമ്മുടെ ലൈഫിൻ്റെ ഒരു ടൈമിൽ നമ്മൾ സ്പെൻഡ് ചെയ്യുക. കാരണം നാളെ തിരിഞ്ഞ് ചിന്തിക്കുമ്പം എൻ്റെ ഒരു ജീവിതം കൊണ്ട് മറ്റൊരാൾക്കെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ ഉപകാരം ഉണ്ടായോ എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. കുറ്റബോധം തോന്നരുത്. തീർച്ചയായും നമ്മൾ മറ്റൊരാളെ ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ നമ്മൾക്കും അത് നല്ല രീതിയിൽ വരും, അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്ക് വരും, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിക്ക് വരും, അല്ലെങ്കിൽ നമ്മുടെ പേരൻസിന് വരും. നമ്മൾ ചെയ്യുന്ന എന്തും അതിനുള്ള പ്രതിഫലം നമ്മുടെ ചുറ്റുമുള്ളവർ തന്നെ അത് ഒരുപക്ഷെ അനുഭവിക്കും. അങ്ങനെ നിസ്കാരവും ഖുർആനും താജ് നിസ്കാരവും ദിക്റും എക്സർസൈസും ഒക്കെ വെച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഒരു ഡെയിലി പ്ലാൻ തയ്യാറാക്കി. അതിൻ്റെ കൂടെ തന്നെ സ്റ്റഡിയും, റീഡിങ്, അതുപോലെ തന്നെ ഒരു ലാംഗ്വേജ് സ്റ്റഡി, ഒരു സെൽഫ് കെയർ, പിന്നെ വെളുപ്പിനെ തന്നെ ഉള്ളൊരു ബാത്ത്, ഇതൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് ഉള്ള ഒരു തീരുമാനത്തിലാണ് കേട്ടോ ഞാൻ വെളുപ്പിനെ എഴുന്നേറ്റ് ഉടനെ ഡെയിലി എന്നും കുളിക്കുന്ന ഒരു വ്യക്തിയൊന്നുമല്ല. പക്ഷേ അതൊരു ശീലമാക്കണമെന്ന് എൻ്റെ മനസ്സിൽ ആഗ്രഹമുണ്ട്. അത് നടക്കുന്നില്ല. മാക്സിമം എനിക്ക് എന്താണ് വെളുപ്പിനെ കുളിക്കണം, കുളിച്ചതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യണം എന്ന് ഭയങ്കര ഒരു ആഗ്രഹമുള്ള വ്യക്തിയാണ്. പക്ഷേ അത് എന്നെക്കൊണ്ട് രാവിലത്തെ തണുപ്പിൽ എനിക്കത് കഴിയുന്നില്ല. സോ അത് ഇനി അങ്ങനെ പറ്റില്ല. ആ ആഗ്രഹം അത് നടത്തിയെടുക്കാൻ അത് എനിക്കേ പറ്റൂ, ഞാൻ വിചാരിച്ചാലേ അത് നടക്കൂ എന്നുള്ളത് കൊണ്ട് ഞാനതും ഒരു ശീലമാക്കാമെന്ന് കരുതി. പിന്നെ എക്സർസൈസിൻ്റെ കാര്യം, ഡെയിലി ഒരു എക്സർസൈസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു ഉന്മേഷം ശരീരത്തുണ്ടാക്കും. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് ചെയ്യാൻ തോന്നും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിൽ നിന്നും ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നീട് ഞാൻ എൻ്റെ ഒരു ഗുഡ് ഹാബിറ്റ്സ്, എൻ്റെ ഹാബിറ്റുകൾ എന്തൊക്കെ ഗുഡ് ഹാബിറ്റ് എൻ്റെ ലൈഫിലേക്ക് കൊണ്ടുവരാം എന്നുള്ളതാണ്. ഫസ്റ്റ് വൺ തന്നെ ഞാൻ ചിന്തിച്ചത് കുറച്ച് ദേഷ്യം കുറയ്ക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ മക്കളോട് പെട്ടെന്ന് ചൂടാവും, പെട്ടെന്ന് അവർ എന്തെങ്കിലും പറയുമ്പോൾ ചിലപ്പോൾ ഒന്ന് കട്ടിക്ക് സംസാരിക്കും. അതൊരു പക്ഷേ അവർക്കൊരു വിഷമം ഉണ്ടാക്കാം. അതുകൊണ്ട് ഞാൻ തീരുമാനിച്ചു ഇനി മുതൽ എൻ്റെ മക്കളോട് തന്നെ ഞാൻ അധികം ചൂടാവില്ല എന്ന്, അവരെ ഹാപ്പി ആക്കുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ സ്മൈലിങ്, ചിരി എപ്പോഴും മുഖത്ത് ഉൾക്കൊള്ളിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ ഡെയിലി 3 ലിറ്റർ വെള്ളം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് കുടിക്കാലില്ല. അപ്പോൾ അതൊരു ശീലമാക്കി എടുക്കണമെന്ന് വിചാരിക്കുന്നു. പിന്നെ ലുഹാ നിസ്കാരവും ശീലമാക്കണമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഡയറ്റ്, ഒരു പ്രോപ്പറായിട്ടൊരു ഡയറ്റ് മുന്നോട്ട് കൊണ്ടുപോകണം, ഹെൽത്തി ആയിട്ടൊരു ഡയറ്റ് എടുക്കണമെന്നും ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ ഗുഡ് ഹാബിറ്റായിട്ട് എടുക്കുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള ശീലങ്ങൾ ഇനി മുന്നോട്ടുണ്ടാവണം, ലൈഫ് ഒന്ന് നല്ല രീതിയിൽ തന്നെ സെറ്റായി കൊണ്ടുപോകണം എന്നൊക്കെയുള്ളൊരു ആഗ്രഹങ്ങൾ കൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കും അങ്ങനെ ചെയ്യാം. നല്ല ശീലങ്ങളാണ്, നിങ്ങൾക്കും അങ്ങനെ തുടങ്ങാം കേട്ടോ. അതിനുശേഷം ഞാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടൈം ടേബിളാണ്. അത് നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ നിങ്ങളുടെ ടൈം അനുസരിച്ചും നിങ്ങളുടെ കാര്യങ്ങളനുസരിച്ചുമാണ് നിങ്ങളൊരു ടൈം ടേബിൾ തയ്യാറാക്കേണ്ടത്. എൻ്റെ ഒരു ടൈം ടേബിൾ കണ്ടിട്ട് നിങ്ങളത് തയ്യാറാക്കിയിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് എന്തൊക്കെ ജോലിയാണോ ഉള്ളത്, നിങ്ങളുടെ ഇഷ്ടങ്ങൾ എന്താണോ ആ ഒരു രീതിയിലും ആ ഒരു ടൈം മാനേജ് ചെയ്തെടുക്കേണ്ടത്. അതുപോലെ തന്നെ കറക്റ്റ് ടൈമിൻ്റെ തന്നെ നിസ്കാരം, അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ടേ ബാക്കിയുള്ള കാര്യങ്ങളുള്ളൂ എന്നുള്ള തീരുമാനം നിങ്ങൾ എടുക്കേണ്ടതാണ്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതിനാണോ നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, ഏറ്റവും കൂടുതൽ കൊടുക്കേണ്ടത്, ആ കാര്യങ്ങൾ ആദ്യം മുന്നേ വെച്ച് ചെയ്യാം. അപ്പോൾ അത് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. ഇത്ര പ്രോപ്പർ ടൈമിൽ നിങ്ങൾക്കത് ചെയ്യാൻ പറ്റും, ഇത്ര മണിക്കുള്ളിൽ അത് തീർക്കണം, എൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി എത്ര മണിക്ക് ഞാൻ എഴുന്നേൽക്കണം എന്നൊക്കെ ചിന്തിക്കേണ്ടത് നിങ്ങളാണ്. ഏറ്റവും അവസാനം ഞാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബഡ്ജറ്റ് പ്ലാനിങ് ആണ്. മന്ത്ലി ഒരു ബഡ്ജറ്റ് പ്ലാനിങ്. ഒരു പക്ഷേ നിങ്ങൾ പല രീതിയിൽ സേവിങ്സ് ഉണ്ടാക്കുന്നവരായിരിക്കാം, ട്യൂഷൻ ചെയ്യുന്നവരായിരിക്കാം. നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ ഒരു സേവിങ്സ് ഉണ്ട് എങ്കിൽ ആ സേവിങ്സ് എവിടെ നിന്നൊക്കെ വരുന്നു എന്നുള്ളതും ആ സേവിങ്സ് എത്ര രൂപ വരുന്നു, ഇപ്പോൾ ഒരു 100 രൂപയാണെങ്കിൽ പോലും ആ 100 രൂപ എടുത്തിട്ട് അതിൻ്റെ ഒരു 30% നിങ്ങൾ എന്ത് ചെയ്യുക, സേവ് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോൾ ഒരു കുട്ടിയെ പഠിപ്പിക്കുന്നതിൽ നിന്നും നിങ്ങൾക്കൊരു 500 രൂപ കിട്ടുമെങ്കിൽ ആ 500 രൂപയുടെ 30% നിങ്ങൾ സേവ് ചെയ്യാൻ പഠിക്കുക. വേറെ കുട്ടിയെ പഠിപ്പിക്കുന്നതിൽ നിന്നും
1,000 രൂപയാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ ആ 1000 രൂപയിൽ നിന്നും ഒരു 30% നിങ്ങൾ സേവ് ചെയ്യാൻ പഠിക്കുക. തീർച്ചയായും അങ്ങനെ സേവ് ചെയ്ത് ശീലിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഹെൽപ്ഫുള്ളാകും. കാരണം ആ ഒരു ചെറിയ തുകയിൽ നിന്നും തന്നെ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് എന്ത് ചെയ്യും, കൂടുതൽ പൈസ കിട്ടുന്ന ടൈമിൽ പോലും നമ്മൾ എന്ത് ചെയ്യും, പൈസ സേവ് ചെയ്യാൻ പഠിക്കും. തീർച്ചയായും നമുക്കൊരു 10 രൂപ കിട്ടിയാലും അതിൽ നിന്നും തന്നെ നമ്മൾ സേവ് ചെയ്തതിന് ശേഷം മാത്രമേ ചിലവാക്കാവുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലൂടെ എത്തിച്ചു കൊടുക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. എൻ്റെ ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയി എങ്കിൽ നിങ്ങൾ തീർച്ചയായും കമൻറ്റ് ഇടാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും.